PCOS എന്ന പേര് മാറ്റി PMOS എന്നാക്കിയെന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഏതാണ് ശരി? പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ആണോ അതോ പുതുതായി വന്ന പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം ആണോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PCOS എന്താണെന്ന് മനസ്സിലാക്കി. അത് കണ്ടപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം, എന്താണ് PMOS? നിങ്ങൾക്ക് PCOS ഉണ്ടെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യാൻ വിട്ടപ്പോൾ സ്കാനിങ്ങിൽ സിസ്റ്റുകളൊന്നുമില്ല എന്ന് കണ്ടെത്തിയാൽ ആശ്വസിക്കാൻ വരട്ടെ. പലരും വിചാരിക്കുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അണ്ടാശയത്തിൽ കാണുന്ന ചെറിയ ചെറിയ തടിപ്പുകളാണ്, സിസ്റ്റുകളാണ്, മുഴകളാണ് എന്നൊക്കെയാണ്. എന്നാൽ സ്കാനിങ്ങിൽ നിങ്ങൾക്ക് സിസ്റ്റുകൾ കണ്ടില്ലെങ്കിലും ഈ അവസ്ഥ വരാം. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ഡോക്ടർമാരും ഗവേഷകരും ഈ അവസ്ഥയ്ക്ക് പറ്റിയ പേര് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം ആണെന്ന് അഭിപ്രായപ്പെടുന്നു. എന്തുകൊണ്ടെന്നല്ലേ? കാരണം ഇതിലെ യഥാർത്ഥ വില്ലൻ അണ്ടാശയമല്ല, ഓവറി അല്ല, നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹോർമോൺ വ്യതിയാനങ്ങളുമാണ്. ഇൻസുലിൻ കൃത്യമായി പ്രവർത്തിക്കാതെ വരുമ്പോൾ ശരീരത്തിലെ പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുകയും അത് അണ്ടോൽപാദനത്തിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിന്റെ കൂടെ തന്നെ ശരീരം ഭാരം കൂടുക, ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ, ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, ഭാവിയിൽ പ്രമേഹം, ഹൃദ്രോഗം എന്നിവ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുക എന്നിവയെല്ലാം ഈ അവസ്ഥയിൽ കണ്ടുവരാം. അത് കാരണം തന്നെ പോളി എൻഡോക്രൈൻ നമ്മളുടെ ഹോർമോൺ വ്യവസ്ഥയെ ബാധിക്കുന്ന, മെറ്റബോളിക് നമ്മുടെ ഉപാജയ പ്രവർത്തനത്തെ ബാധിക്കുന്ന, ഓവറിയെ ബാധിക്കുന്ന എന്ന രീതിയിൽ PMOS എന്ന പേരാണ് കൂടുതൽ അനുയോജ്യമെന്ന് ഈ ഗവേഷകർ കരുതുന്നു. അതുകൊണ്ട് തന്നെ മെൻസസ് വരാനുള്ള ഗുളികകൾ കഴിക്കൽ മാത്രമല്ല ഈ അവസ്ഥയുടെ ചികിത്സ. ഇതിൻ്റെ യഥാർത്ഥ കാരണം അഥവാ റൂട്ട് കോസായ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് മെൻസസ് കൃത്യമാക്കുകയും അതിലൂടെ ഗർഭധാരണം സാധ്യമാക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ ഒരു പ്രധാന കാര്യം, ഇപ്പോഴും ലോകമെമ്പാടുമുള്ള മെഡിക്കൽ മാർഗനിർദ്ദേശങ്ങളിലും പരിശോധനാ മാനദണ്ഡങ്ങളിലും PCOS എന്ന പേര് തന്നെയാണ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്. ശരിയായ അറിവ് ശരിയായ സമയത്ത്.